താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. പ്രിയദർശൻ മോഹൻലാൽ ചിത്രത്തിലെ ഈ പാട്ട് നെഞ്ചിലേറ്റിയവർ ഏറെയാണ്. എന്നാൽ 40-ന് മുകളിൽ ഇനങ്ങളുള്ള താമരപ്പൂക്കളുടെ തോട്ടത്തിൽ ജീവിക്കുന്ന ഒരാളുണ്ട് അങ്ങ് കണ്ണൂരിൽ. പേര് ഷൈമ. വിളക്കന്നൂർ പാൽ സൊസൈറ്റിയിലെ സെക്രട്ടറി. ജോലി തിരക്ക് കഴിഞ്ഞാൽ ഷൈമ നേരെ ചെന്ന് കയറുന്നത് തന്റെ വീട്ടിലെ ടെറസിലേക്കാണ്. പൂത്തു നിൽക്കുന്ന താമരപ്പൂക്കളാണ് ഇവിടെ ഷൈമയെ കാത്തിരിക്കുന്നത്. ടെറസിന് പുറമെ വീട്ടുമുറ്റത്തും ബാക്കിയുള്ള എല്ലായിടത്തും ഷൈമ താമര വളർത്തുന്നുണ്ട്. സഹസ്രദളം മുതൽ ഏറ്റവും ഒടുവിൽ CSIR വികസിപ്പിച്ചെടുത്ത നമോ 108 വരെയുണ്ട് ഷൈമയുടെ താമരക്കുളത്തിൽ. മനസ്സിന് കുളിർമയോടൊപ്പം കണ്ണിന് ആനന്ദവും നൽകുന്നതാണ് ഷൈമ ഒരുക്കിയ ഈ കാഴ്ചകൾ. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഷൈമയുടെ ഈ താമര വളർത്തൽ. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ് ട്യൂബറുകൾ അയച്ചു നൽകുന്നതെന്ന് ഷൈമ പറയുന്നു. വിത്തുമുളപ്പിച്ചും ചിലത് വളർത്തിയെടുത്തും ഇപ്പോൾ 100-ലധികം വലിയ ചെടികളിലായി താമരകൾ വളർന്നു പൂത്തു നിൽക്കുകയാണ്. മാർച്ച് മാസം മുതലാണ് താമര പൂവിട്ടു തുടങ്ങുന്നത്. ഇത് ഒക്ടോബർ നവംബർ മാസം വരെ തുടരും. മഴയും ബാധിക്കില്ല. കർണ, പീക്കോഫ്, പിങ്ക്, ഇന്ദുലേഖ, S1, അമേരിക്കയിലെ മേലിയ, പിങ്ക് ക്ലൗഡ്, ലക്ഷ്മി, റാണി റെഡ്, ഭീം, കുടമുല്ല, റാണി റെഡ് ഫിലിപ്സ്, D9, ചന്ദ്രകാന്ത, ചന്ദ്രഭഗ തുടങ്ങിയവയെല്ലാം ഇതിനകം പൂവിട്ട് കഴിഞ്ഞു. കൂട്ടത്തിലെ ബട്ടർ മിൽക്ക്, ലിൻഡ്രിങ് ചുവായ്, കുടമുല്ല, ക്രിസ്റ്റൽ പിങ്ക് എന്നിവ അപൂർവ ഇനങ്ങളാണെന്ന് ഷൈമ പറയുന്നു. വേനൽക്കാലം മുതൽ ഒരു മാർച്ചോടുകൂടി ഇതിൻ്റെ ഫ്ലവറിങ് ടൈം ആരംഭിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒക്ടോബർ നവംബർ വരെ ഒക്കെ നമുക്ക് പൂക്കൾ കിട്ടും ചില ഇനങ്ങളിൽ. പിന്നീട് ഇത് ഡോർമൻസിയിലേക്ക് പോകും. പിന്നെ അത് നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫെബ്രുവരിയോടുകൂടിയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരിയോടുകൂടി റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് മാർച്ചോടുകൂടി, ഫെബ്രുവരി ലാസ്റ്റ് മാർച്ചോടുകൂടി നമുക്ക് പൂക്കളൊക്കെ കിട്ടും, ഉണ്ടാകാൻ തുടങ്ങും, ബഡ്ഡുകൾ വരും. ആവശ്യക്കാർക്ക് 250 രൂപ മുതൽ താമരപ്പൂവ് ഷൈമ നൽകുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഓൺലൈനിൽ ട്യൂബറുകൾ അയച്ചും നൽകാറുണ്ട്. താമരയുടെ ട്യൂബറുകൾ കറിവെച്ചും അച്ചാറുണ്ടാക്കിയും ഉപയോഗിക്കാമെന്ന് ഷൈമ പറയുന്നു. താമര കൃഷിയിൽ വിജയഗാഥ തുടരാനാണ് ഷൈമയുടെ തീരുമാനം. എല്ലാത്തിനും കട്ട സപ്പോർട്ടായി ശില്പിയും ചിത്രകാരനുമായ ഭർത്താവ് രമേശനുമുണ്ട്. ETV ഭാരത്, കണ്ണൂർ.